വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അസ്സുർഅത്തു ഖാത്തിലത്തുൻ എന്ന് പറയുന്ന പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് അർത്ഥം വെച്ചു അല്ലേ. ഇനി നമുക്കതിൻ്റെ വർക്കുകൾ നോക്കാം, തംരീനാത്തുകൾ നോക്കാം. നുറാജിയുൽ ഹിക്കായത്ത, നമുക്ക് കഥയെ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. വനുഇദ്ദു ലായിഹാത്തിൽ ഇർഷാദാത്തി കമാഫിൽ മിസാലി. വനുഇദ്ദു എന്നിട്ട് തയ്യാർ ചെയ്യാം ലായിഹാത്തിൽ ഇർഷാദാത്ത് എന്ന് പറഞ്ഞാൽ സൂചനാ ബോർഡുകൾ. കമാഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ള പോലെ ഒരു സൂചനാ വാക്യങ്ങൾ നമുക്ക് തയ്യാറാക്കാം. എന്താണ് ഉദാഹരണത്തിലുള്ളത്? ഇൽബസിൽ ഖൂദത ഇൻദ റുക്ബിൽ ജവ്വാല. ഇൽബസ്, നീ ധരിക്കുക. അൽ ഖൂദ, ഖൂദ മീൻസ് എന്തായിരുന്നു? വെരി ഗുഡ്, ഹെൽമെറ്റ് ആയിരുന്നു അല്ലേ. ഇന്ദ റുക്ബിൽ ജവ്വാല, ബൈക്ക് കയറുന്ന സന്ദർഭത്തിൽ, ബൈക്ക് ഓടിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഖൂദ ധരിക്കുക. അതുപോലെയുള്ള ഒരു 3-4 സൂചനകൾ നമുക്ക് തയ്യാറാക്കാം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടല്ലോ. ഒന്ന്, ഔഖിഫിൽ മർക്കബ, വാഹനത്തെ പാർക്ക് ചെയ്യുക. ഫി മിൻതഖത്തിൽ വുഖൂഫി, ഞാൻ വായിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഹർക്കത്ത് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വായിക്കാൻ കിട്ടാതെ വരും. മിൻതഖത്തുൽ വുഖൂഫ് എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ഏരിയയിൽ. 2, ഒഴ്ബുർ ഷാരിയ, റോഡ് മുറിച്ച് കടക്കുക, ക്രോസ് ചെയ്യുക. അല മഅബറിൽ മുഷാത്തി ഫഖത്ത്, മഅബറുൽ മുഷാത്ത് എന്ന് പറഞ്ഞാൽ സീബ്ര ലൈൻ, ക്രോസിംഗ് ഏരിയയിൽ. ഫഖത്ത് ഓൺലി, മാത്രം മുറിച്ച് കടക്കുക. ഉർബത്ത്, നിങ്ങൾ ധരിക്കുക. ഹിസാമൽ അമാൻ എന്ന് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ്. ഫി സയ്യാറ, കാറിൽ. അടുത്തത് ഇൻതബിഹ് ഇലൽ ഇഷാറ. ഇൻതബി ഇലൽ ഇഷാറ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഗ്നൽ ശ്രദ്ധിക്കുക. അസ്സുർഅത്തു ഖാത്തിലത്തുൻ, വേഗത കൊലയാളിയാണ്, അപകടമാണ്. ഇതാണ് നമുക്ക് എഴുതാനുള്ളത്. ഇത് നിങ്ങളവിടെ എഴുതി കൊടുക്കണം, നോട്ട്ബുക്കിൽ എഴുതണം. പറ്റുമെങ്കിൽ ഇങ്ങനെ സൂചനാ ബോർഡുകളായിട്ട് വീട്ടിൽ നമ്മൾ നിർമ്മിക്കാൻ ശ്രമിക്കണം. സ്കൂളാണെങ്കിൽ നമുക്കതൊക്കെ കൃത്യമായിട്ട് നിർമ്മിക്കാമായിരുന്നു. പോകട്ടെ. അടുത്തത് നഖ്റഉൽ ഫിക്ര, പാരഗ്രാഫ് വായിക്കുക. ശേഷം വരുന്ന വനുർഷിദു ഹിഷാമൻ, ഹിഷാമിനിക്ക് നമ്മൾ നയിക്കുക. ഇലൽ ആദാത്തിൽ ഹസനത്തി, നല്ല ശീലങ്ങളിലേക്ക്, നല്ല ശീലങ്ങളിലേക്ക് അവനക്ക് വഴി കാണിച്ചു കൊടുക്കുക, അവനെ നയിക്കുക എന്നാണ്. അത് ഞാൻ ആ പാരഗ്രാഫ് അർത്ഥം വെക്കാം. ഹിഷാമുൻ വലതുൻ, ഹിഷാം ഒരു ആൺകുട്ടിയാണ്. ലാ യസ്തഖിലു, അവൻ്റെ ശീലങ്ങളൊക്കെ മോശമാണ്. ലാ യസ്തഖിലു മിനൻ നൗമി, ഉറക്കിൽ നിന്ന് അവൻ ഉണരില്ല. ലാ യസ്തഖിലു, ഉണരില്ല. മിനൻ നൗം, ഉറക്കിൽ നിന്ന്. മുബക്കിറൻ, നേരത്തെ ഉണരില്ല. നേരത്തെ ഉണരാതിരിക്കുന്നത് നല്ല ശീലമാണോ? അല്ല, അല്ലേ. നേരത്തെ ഉണരലാണ് നല്ല ശീലം. പക്ഷേ ഇവന് ഈ നല്ല ശീലം ഇല്ല. വഹുവ ലാ യക്തുബു ദുറൂസ, അവൻ പാഠങ്ങളൊന്നും എഴുതില്ല. അത് നല്ല ശീലമാണോ? അല്ല. വലാ യഖ്റഉൽ ജറായിദ, അവൻ ന്യൂസ് പേപ്പറുകൾ വായിക്കില്ല. അതൊന്നും നല്ല ശീലമല്ല, അല്ലേ. വലാ യഖ്റുജു ഇലൽ മദ്രസത്തി ഖബല സഅത്തിൽ ആശിറ, വലാ യഖ്റുജു, അവൻ പുറപ്പെടുകയില്ല. ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക് എന്ന് പറഞ്ഞാൽ സ്കൂളിലേക്ക് പോവുകയില്ല. ഖബല സാഅത്ത്, ഖബല മുമ്പ്, അസാഅത്തി ആശിറ, 10 മണിക്ക് മുമ്പ് സ്കൂളിൽ പോവില്ല. എന്നും 10:00-ക്ക് ശേഷം അങ്ങനെ കയറി വരും. വലാ യർജിഉ, അവൻ മടങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു പോരില്ല. ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. ഖബലൽ ഉറൂബി, സൂര്യാസ്തമയത്തിന് ശേഷം. അങ്ങനെ അവിടെയും ഇവിടെയൊക്കെ കളിച്ച് നിന്ന്, നമ്മളിൽ ചിലവരെ പോലെ അല്ലേ. അങ്ങനെ ഉണ്ടോ? ഇല്ല. വഹുവ ലാ യഅ്കുലു, അവൻ ഭക്ഷിക്കില്ല. വലാ യശ്റബു, വെള്ളം കുടിക്കില്ല. മഅദാഇൽ ഉസ്രത്തി, നമ്മുടെ കുടുംബക്കാരോടൊപ്പം, ഉമ്മയും ഉപ്പയും അനിയനും ജ്യേഷ്ഠനും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അല്ലാതെ ഞാൻ വരും, എനിക്കിഷ്ടമുള്ള കുറച്ച് കിച്ചണിൽ പോയിട്ട് കഴിക്കും, പിന്നെ വേറൊരുത്തൻ വരും, അവൻ കുറച്ച് കഴിക്കും, പിന്നെ ഉമ്മ വരും, ഉമ്മ കുറച്ച് കഴിക്കും. അങ്ങനെയല്ല, എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അതാണ് നല്ല ശീലം. ഈ നല്ല ശീലങ്ങളൊന്നും ആർക്കില്ല? നമ്മുടെ ഹിഷാമിന് ഇല്ല. അപ്പോൾ നമ്മൾ ഹിഷാമിന് നമുക്ക് നല്ലൊരു ശീലം ഉണ്ടാക്കി കൊടുക്കുകയാണ്. താഴെ കാണുന്ന പാരഗ്രാഫ് നമുക്ക് തയ്യാറാക്കാം.
ഇതിൽ ചെയ്യേണ്ടത് ലാ യസ്തൈഖിലു, നോട്ട് ചെയ്യണേ, ലാ യസ്തൈഖിലു ഇതൊരു ഫെയിലാണ്. യസ്തൈഖിലു, അതേപോലെ യക്തുബു, നോട്ട് ചെയ്യണേ, യക്തുബു, യഖ്റഉ, യഖ്റുജു, പിന്നെ യർജിഉ, യഅ്കുലു, യശ്റബു. ഇതൊക്കെ മുലാരി എന്ന് പറഞ്ഞാൽ പിന്നെ ഭാവി കാലം അല്ലെങ്കിൽ വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫേലുകളെ നമ്മൾ ഇതൊക്കെ ഈ ഫേലുകൾ എന്ന് പറഞ്ഞാൽ പ്രവർത്തികൾ, ഇവകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അമ്ര ഫേലാക്കി മാറ്റി കൊടുത്താൽ മതി. അമ്ര ഫീൽ മീൻസ് നമ്മളൊരു കൽപ്പന ഫേൽ, ഒരു ആജ്ഞാപിക്കുക, നീ അത് ചെയ്യുക എന്ന് പറയാം. ഞാനൊരു ഉദാഹരണം പറയാം. ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു, ജലസ അല്ലേ, ഇരുന്നു. വേഗം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ജലസ, ഇരുന്നു. യജ്ലിസു ഇരിക്കും. ഇനി അധ്യാപകരൊക്കെ നമ്മുടെ മദ്രസയിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് അറബിക്ക് അധ്യാപകരൊക്കെ നമ്മൾ പറയുന്നത് ഇജ്ലിസ് അല്ലേ, സിഡൗന്ന സ്ഥാനത്ത് പറയുന്നതാണ് ഇജ്ലിസ്, നീ ഇരിക്കൂ, നീ ഇരിക്കൂ. അപ്പോൾ ജലസ ഇരുന്നു പാസ്റ്റായി, യജ്ലിസു ഇരിക്കും, പിന്നെ ഇജ്ലിസ് നീ ഇരിക്കുക. മനസ്സിലായോ? ഒരുത്തിനോട് ഇരിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇതിനൊക്കെ അമ്ര ഫേൽ എന്നാണ് പറയുക. അമ്ര എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുക. ഇങ്ങനെ കൽപ്പനയുടെ ഫേലുകൾ ഇതിലേക്കാക്കി മാറ്റിയാൽ മതി, വേറെ ഒന്നുമില്ല. ഉദാഹരണം ഞാനിവിടെ കാണിച്ചു തരാം. കണ്ടോ, അൽ ഫേലുൽ മാലി ഭൂതകാലക്രിയ കത്തബ, മറ്റൊരു എക്സാമ്പിളാണ് കത്തബ, എഴുതി. അൽ ഫിയലുൽ മുലാരി കത്തബയുടെ മുലാരി യക്തുബു എഴുതുന്നു. അതിൻ്റെ ഫിയലുൽ അമ്ര ഉക്തുബ് നീ എഴുത്, ഉക്തുബ് നീ എഴുത്. നേരത്തെ നമ്മൾ ജലസ, യജ്ലിസു, ഇജ്ലിസ്, മനസ്സിലായോ? അതേപോലെ നമുക്ക് ഇവിടെ എല്ലാം അമ്ര ഫിയലേക്ക് മാറ്റിങ്ങാണ്ട് അവന് നന്മ കൽപ്പിക്കുന്നത്, നന്മയുടെ ഉപദേശം, നല്ല ഉപദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്. യാ ഹിഷാം, ഹിഷാമേ, ഇസ്തൈഖിൽ, ലാ ഇസ്തൈഖിലു ഉണരില്ല എന്നുള്ളിടത്ത് ഇസ്തൈഖിൽ നീ ഉണരൂ, മിനൻ നൗമി ഉറക്കിൽ നിന്ന്, മുബക്കിറൻ നേരത്തെ ഉണരൂ. ഇതിൻ്റെ ബാക്കി ഞാനിവിടെ കാണിച്ചു തരാം. മനസ്സിലായി? ഇസ്തൈഖിൽ മിനൻ നൗമി മുബക്കിറൻ നേരത്തെ ഉണരൂ. അവനക്ക് നല്ല ശീലം കാണിച്ചു കൊടുക്കാനല്ലേ നമ്മളോട് പറഞ്ഞത്. ഇത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം, ഹർക്കത്ത് ഞാൻ വായിക്കുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ വലാ യക്തുബു അല്ലേ, വലാ യക്തുബു അവൻ എഴുതില്ല, അദ്രൂസ പാഠങ്ങൾ എന്നാണ്, പാഠങ്ങൾ എഴുതില്ല എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വക്തുബ് ഉക്തുബ്, ഉക്തുബ് കത്തബയുടെ അമ്രാണ് ഉക്തുബ്, മോനെ നീ എഴുതൂ അദ്രൂസ പാഠങ്ങളെ. പിന്നെ വലാ യഖ്റ ഉൽ ജറായിദ പേപ്പർ വായിക്കൂല എന്ന് പറഞ്ഞല്ലേ, വായിക്കുകയില്ല. വലാ യഖ്റ അവിടെ ഇഖ്റ നീ വായിക്ക്, ഖറഅ യഖ്റഉ ഇഖ്റ നീ വായിക്കൽ ജറായിദ പത്രത്തിൽ. പിന്നെ വലാ യഖ്റുജു പുറപ്പെടുകയില്ല, ഖറജ യഖ്റുജു ഖറജ പുറപ്പെട്ടു, യഖ്റുജു പുറപ്പെടും, ലാ യഖ്റുജു പുറപ്പെടുകയില്ല, ഉഖ്റുജ് നീ പുറപ്പെടൂ, നീ പുറപ്പെടൂ, അൽ മദ്റസത്തി സ്കൂളിലേക്ക്, ഖബല സായത്തിൽ ആശറത്തി 10 മണിക്ക് മുമ്പ്. പിന്നെ വലാ യർജിഉ അവൻ തിരിച്ചു പോരില്ല അല്ലേ, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോരില്ല. അവിടെ റജ യർജിഉ റജ മടങ്ങി, യർജിഉ മടങ്ങും, ലാ യർജിഉ മടങ്ങുകയില്ല. അവിടെ നമ്മൾ എന്താക്കണം, ഇർജ് അതാണ് അമ്ര ഫീൽ, ഇർജ് നീ മടങ്ങൂ, അൽ ബൈത്തി വീട്ടിലേക്ക്, ഖബലിൽ ഖുറൂബി അസ്തമയത്തിന് മുമ്പ്. പിന്നെ വലാ യൗക്കുലു അവൻ ഭക്ഷിക്കില്ല, അക്കല യൗക്കുലു ലാ യൗക്കുലു പിന്നെ കുൽ കുൽ നീ ഭക്ഷിക്കൂ. പിന്നെ വഷ്റബ് ഷരിബ യഷ്റബു ഇഷ്റബ്, മനസ്സിലായ? ഷരിബ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, കുടിച്ചു എന്നാണ്. യഷ്റബു കുടിക്കും. പിന്നെ ഇഷ്റബ് നീ കുടിക്ക്, മഅലായിൽ ഉസ്രത്തി കുടുംബത്തോടൊപ്പം. മനസ്സിലായല്ലോ? പിന്നെ നമുക്ക് നോക്കാം. പിന്നെ ഒരു ആയത്തും ഒരു ഹദീസും തന്നിട്ടുണ്ട്. വലാ തുസഗിർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹൻ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. വലാ തുസഗിർ ഖദ്ദക നിൻ്റെ മുഖം തിരിച്ചു കളയരുത് എന്ന് പറഞ്ഞാൽ കവിൾ, ഖദ്ദ് എന്ന് പറഞ്ഞാൽ കവിൾ എന്നാണ് അർത്ഥം. അതിൻ്റെ ഉദ്ദേശം മുഖം തിരിക്കരുത്, ലിന്നാസി ജനങ്ങളിൽ നിന്ന്, അഹങ്കാരത്തോടു കൂടി ജനങ്ങളെ നെവറാക്കരുത്, മൈൻഡ് ചെയ്യാതെ ഇരിക്കരുത്. നമ്മൾ ചില ആൾക്കാരും പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യരുത്.
അഹങ്കരിക്കരുതെന്നാണ് അതിൻ്റെ മീൻസ്. വലാ തംഷിഫിൽ അർളി, ഭൂമിയിലൂടെ നീ സഞ്ചരിക്കരുത്, നടക്കരുത്, മറഹൻ, അഹങ്കാരത്തോടു കൂടെ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല യുഹിബ്ബു, ഇഷ്ടപ്പെടുകയില്ല, കുല്ല മുഖ്താലിൻ, അഹങ്കരിക്കുന്നവരെയും, ഫഖൂർ, അഭിമാനം നടിക്കുന്നവരെയും ഒന്നും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഖാല, പറഞ്ഞു, അത്തഅന്നി മിനല്ലാഹി, താമസിപ്പിച്ച് ചെയ്യാന്നുള്ളത്, എല്ലാം ഇങ്ങനെ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ട് പിന്നെ സാവകാശം ചെയ്യുക എന്നുള്ളത് അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വൽ അജ്ലത്തു മിനശ്ശൈത്വാൻ, വൽ അജ്ലത്തു മിനശ്ശൈത്വാൻ, പെട്ടെന്ന് ചെയ്യുക എന്നുള്ളത് മിനശ്ശൈത്വാൻ, അത് ഷെയ്ത്താനെന്ന്. ഇത് പഠനത്തിലല്ല കേട്ടോ, ചില മറ്റു കാര്യങ്ങളിലാണ്. പഠനത്തിലിപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യം, അതേപോലെ ഇബാദത്തിൻ്റെ കാര്യങ്ങളിലും അങ്ങനെയല്ല. ഇപ്പോൾ ഇബാദത്തിൻ്റെ കാര്യം, അത് നമുക്ക് നാളെ ചെയ്യപ്പാ, അങ്ങനെയല്ല, അത് നാളേക്ക് പിന്തിക്കരുത്. ഇത് ചില വിഷയങ്ങൾ എനിക്ക് ഇപ്പം വേണം എന്നൊക്കെ നമ്മൾ വാശി പിടിക്കൂലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം വേണം എന്നുള്ള, അല്ലെങ്കിൽ ഇപ്പം തന്നെ ചെയ്തേ പറ്റൂ, അങ്ങനെയുള്ളതൊക്കെ ഷെയ്ത്താൻ എന്നുള്ളതാണ്. അല്ലാതെ ഇതിൽ പഠനവും അതേപോലെ ആരാധനയൊന്നും ഉൾപ്പെടുകയില്ല കേട്ടോ. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ചെറുപ്പത്തിലെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇൻഷാ അല്ലാ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.